ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. ജീരകവും ഏലക്കായും ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്ലൈസ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാളയും നന്നായി ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വാടി വരണം. അതുവരെ സവാള നന്നായി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കണം. എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. സവാള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. അതുവരെ എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്തതിന് ശേഷം പൊടികളൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ബീഫിൽ മസാല നന്നായി ചേർന്ന് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ച് വേവിക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി മേളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുക. ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല, കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ചുകൂടി ഡ്രൈ ആകണം എന്നുണ്ടെങ്കിൽ അല്പസമയവും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.